ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് ഈ 2008 മോഡൽ സ്പ്ലെൻഡറുമായിട്ടാണ്. ഇത് റീസെൻ്റായിട്ട് റീസ്റ്റോർ ചെയ്യാൻ വന്നൊരു വാഹനമാണ്. ഇതിൽ അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പെട്രോൾ ടാങ്കാണ്. അത് ദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ മോശമാണ്. അതുപോലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കിക്കർ തന്നെയാണ്. അതായത് നമ്മൾ ചവിട്ടുകയാണെങ്കിൽ ചെറുതായി ഇതുപോലെ അങ്ങ് താഴെ പോയിരിക്കും, പിന്നെ ഇത് തിരിച്ചു വരത്തില്ല. സാധാരണ ഇത് സംഭവിക്കുന്നത് കിക്കറിൻ്റെ സ്പ്രിങ് പൊട്ടുമ്പോഴാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അങ്ങ് പോയി നിൽക്കും. അതായത് ഒട്ടും ഡ്രൈവബിൾ അല്ല വാഹനം. ഇത് ഒന്നുകിൽ കിക്കർ സ്പ്രിങ് പൊട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ കിക്കർ സ്പ്രിങ് ചാടിപ്പോയതായിരിക്കാം. പൊട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് ഇത് 10mm ടീ സ്പാനറാണ്. അടുത്ത് നമുക്ക് വേണ്ടത് 8mm ടീ സ്പാനറാണ്. പിന്നെ നമ്മുടെ ക്ലച്ച് ഹോൾഡ് ചെയ്യാനുള്ള ടൂള്, ഇത് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലച്ചിൻ്റെയും ഫ്ലൈ വീലിൻ്റെയും നട്ട് റിമൂവ് ചെയ്യാനുള്ള ടൂൾ. ഇതൊരു സ്പെഷ്യൽ ടൂളാണ്, വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 150 രൂപയ്ക്കുള്ളിലേ വിലയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഈ 17mm ബോക്സ് സ്പാനറാണ്. അത് ഓയിൽ ഡ്രെയിൻ ചെയ്യാനാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 17 റിംഗ് സ്പാനർ ആയാലും മതിയാവും. കഴിയുന്നത് ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ എക്സ്റ്റൻഷൻ ഇട്ട് സോക്കറ്റ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം മറ്റേത് സൈലൻസറിൻ്റെ ഷീൽഡിൽ തട്ടി കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർക്ലിപ്പ് പ്ലെയർ കൂടി വേണ്ടി വരും. നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളത് നമ്മൾ സൈഡ് കവർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ എടുത്ത് നമ്മൾ ഈ ലിവറിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ കേബിൾ അഴിച്ചു വിടുക. ക്ലച്ച് കേബിൾ അഴിച്ച ശേഷം നമുക്ക് കിക്കർ അഴിക്കാം. കിക്കർ അഴിക്കാൻ വേണ്ടത് 10mm ടീ സ്പാനറാണ്. അടുത്ത് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ഓയിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഓയിൽ ഡ്രെയിൻ നട്ട്. ഇത് 17mm ആണ്. ഞാൻ 17mm ബോക്സ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റൻഷനും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സൈലൻസറിൻ്റെ താഴെയുള്ള ഷീൽഡ് എനിക്ക് കൈ ഒരുക്കി മുറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. റിംഗ് സ്പാനറാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് സൂക്ഷിക്കുക. ഇത് 8mm ടീ സ്പാനറാണ്. നമുക്ക് ഈ കവറിലായിട്ട് മൊത്തം 8 ബോൾട്ടുണ്ട്. ആ 8 ബോൾട്ടും നമ്മൾ അഴിച്ചെടുക്കണം. ഈ 8 ബോൾട്ടും അഴിച്ച ശേഷം നമ്മൾ ഈ ക്ലച്ചിൻ്റെ ലിവറിനെ മെല്ലെ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ കവർ ഇളവി. ഇത്രയും എളുപ്പമാണ് കവർ ഇളക്കാൻ. വേറെ ഒരു രീതിയിൽ തട്ടിയൊന്നും ഇളക്കാൻ നിൽക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ക്ലച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇളവിങ്ങി വരും. അതുപോലെ തന്നെ നമ്മൾ കവർ ഇളക്കിയെടുക്കുമ്പോൾ ഈ ബുഷ് ശ്രദ്ധിക്കുക, അത് സൂക്ഷിച്ചിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലൈ വീലിൻ്റെ ക്യാപ്പ് അഴിക്കണം. അതിനായിട്ട് ഇതേപോലൊരു തുണി എടുത്തിട്ട് നമ്മുടെ ഈ ഗിയറിൻ്റെ മില്ലിങ്ങുകളുടെ ഇടയിൽ അതിനെ അങ്ങ് വെച്ച് കൊടുത്ത് നമുക്ക് പിന്നെ ഇത് റൊട്ടേറ്റ് ആവത്തില്ല. മൊത്തം 4 സ്ക്രൂകളുണ്ട്. അത് ഇളക്കിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തെന്നുമ്പോൾ ഈ അടപ്പ് നമുക്ക് ഇങ്ങനെ ഊരി വരും. നമ്മൾ ഈ അടപ്പ് ഊരുമ്പോഴേക്കും നമുക്ക് ഈ കാസ്റ്റ് അയൺ ഫ്ലൈ വീലിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഉൾഭാഗത്തായിട്ട് ഇതുപോലെ മെറ്റൽ വരും. ഇതുകൊണ്ട് പാനിക് ആവേണ്ട, നോർമലാണ്. അത് ക്ലീൻ ചെയ്താൽ മതിയാവും. നമുക്ക് വേണ്ട ഈ പുള്ളറിൻ്റെ വലിയ സൈഡാണ്. എന്നിട്ട് കറക്റ്റായിട്ട് ആ നട്ടി പിടിക്കുക. ഇതുപോലെ എക്സ്റ്റൻഷൻ ഇട്ട് ചെറുതായിട്ട് തട്ടി ഇളക്കുക. നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് ഇളക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ തുണി അങ്ങ് മാറ്റിക്കളയാം. ഇനി മെല്ലെ പുറത്തോട്ട് പുള്ള് ചെയ്യുമ്പോൾ ഈ ഫ്ലൈ വീൽ ഊരി വരും. ഇനി നമുക്ക് വേണ്ടത് ഈ 10mm
ചെയ്യുകയാണ്. അടിയിലായിട്ട് 2 ബോൾട്ടുണ്ട്. ആ ബോൾട്ടിങ് അഴിക്കണം. ആ ബോൾട്ട് അഴിക്കുമ്പോൾ നമുക്ക് അടിയിലുള്ള ഈ പാനിങ് ഊരി വരും. ഈ പാൻ ഇതിനുള്ളിൽ ഓയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതങ്ങ് മാറ്റുക. ഇനി നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം അഴിക്കാം. അതിന് വേണ്ടത് 10 mm ടീ സ്പാനറാണ്. നേരത്തെ ഇതുപോലെ ഇടയിൽ തുണി വയ്ക്കുക. മില്ലിങ്ങളുടെ ഇടയിൽ തുണി വെച്ച ശേഷം ലൂസ് ചെയ്യുക. നമുക്ക് ആദ്യം 4 ലൂസ് ചെയ്ത് വിടാം. എന്നിട്ട് ആ തുണി അങ്ങ് റിമൂവ് ചെയ്തിട്ട് അഴിച്ചെടുക്കാം. ഇത് 4 സ്ക്രൂ ഇതേപോലെ ഒരേപോലെ ഇളക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ത്രെഡ് പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് സ്പ്രിങ് കൂടി അങ്ങ് മാറ്റാം. ഇനി ഇതാണ് നമ്മൾ ക്ലച്ച് ഹോൾഡർ ടൂള്. ഇതിപ്പോൾ ഈ 4 കാലുകളിൽ കറക്റ്റായിട്ട് ഇട്ട ശേഷം ലോക്ക് ചെയ്ത് നിർത്തുക. ഇനി നമ്മൾ ക്ലച്ച് നേരത്തെ എടുത്ത സ്പെഷ്യൽ ടൂളിൻ്റെ ചെറിയ ഭാഗം അതാണ് ക്ലച്ചിൽ പിടിക്കേണ്ടത്. അതിട്ടിട്ട് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു. ഇനി ഇത് കൈ കൊണ്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ക്ലച്ചിൻ്റെ അസംബ്ലി ആയിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ബാക്കിലായിട്ട് 2 ഹാഫ് വാഷറാണ്. ഇപ്പോൾ ഒരെണ്ണം ഓയിലിനകത്തോട്ട് പോയി. അതായതാണ് ഹാഫ് വാഷർ. ഒന്ന് ഓയിലിനകത്ത് പോയി. അതിൻ്റെ പുറത്ത് വരുന്ന വാഷറാണ് ഇത്. അത് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ളതാണ്. അത് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ക്ലച്ച് ബെല്ലിങ് അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ ക്ലച്ച് ബെല്ല് ഇവിടെ ഒരു വാഷറാണ്. ചില വാഹനങ്ങളിൽ 2 or 3 വാഷർ കാണും. അത് അതേപോലെ തിരിച്ചിടണം. അതാ സ്പ്രിങ് പൊട്ടിയിരിക്കണം. അപ്പോൾ ഇത് ചാടിപ്പോയതല്ല, എന്തായാലും സ്പ്രിങ് പൊട്ടിയത് തന്നെയാണ്. നമുക്കിനി ബാക്കി ഇതെങ്ങനെ അഴിക്കുക എന്നുള്ളത് നോക്കാം. നമുക്കിതിനായിട്ട് വേണ്ടത് സർക്കിൾ പ്ലെയറാണ്. എൻ്റെ കയ്യിൽ സർക്കിൾ പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോസ് പ്ലെയർ വെച്ച് അഴിച്ചതാണ്. ഇല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് തെന്നി ഇളക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുക. അഴിച്ച ശേഷം ഈ ഗാഡി ഊരണം. ഈ ഗാഡിയിൽ ഞാൻ കാണിച്ചു തരാം. ഈ സ്പ്രിങ് പിടിക്കുന്ന ഈ ഗാഡി ഊരി കയ്യിലെടുക്കുക. എന്നിട്ട് അതിൽ ശ്രദ്ധിക്കുക, ഒരു പഞ്ച് മാർക്കുണ്ട്. അതേ പഞ്ച് മാർക്ക് നമുക്ക് ഈ ഷാഫ്റ്റിലും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളാം. നമുക്ക് തിരിച്ചിടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് സ്പ്രിങ് ഇനി അഴിച്ചെടുക്കാം. ഇതാണ് പൊട്ടിയ സ്പ്രിങ്. 2 കഷ്ണമായിപ്പോയി. ഇതാണ് നമ്മുടെ പുതിയ സ്പ്രിങ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്പ്രിങ്ങിലെ വളവുകളുള്ള ലോക്കുകളുള്ള ഭാഗം പുറത്ത് വരണം. ആ രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഷാഫ്റ്റ് കറക്കിയിട്ട് ആ ഷാഫ്റ്റിലെ പഞ്ച് മാർക്ക് മുകളിലോട്ട് വരുന്ന രീതിയിൽ നിർത്തുക. എന്നിട്ട് നമ്മൾ ഈ സ്പ്രിങ്ങിനെ ഗാഡിയിൽ സെറ്റ് ചെയ്തിട്ട് പതുക്കെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഗാഡിയിലുള്ള പഞ്ച് മാർക്കും ഷാഫ്റ്റിലുള്ള പഞ്ച് മാർക്കും ഒരേ ലൈനിൽ വരണം. ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ ഒരേ ലൈനിൽ വരണം. എന്നിട്ട് മെല്ലെ ഇതുപോലെ തള്ളി ഉള്ളിലോട്ട് ആ മില്ലിങ്ങിലോട്ട് കയറ്റി നിർത്തുക. ഇങ്ങനെ നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റി കാണുന്നത്ര പാടില്ല. ഓക്കെ, ഇങ്ങനെ നിർത്തിയ ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പുറമേ ഉള്ളത് പിടിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്രിങ് തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സർക്ലിപ്പ് കൂടി ഇടണം. ഈ സർക്ലിപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണ അതും കണ്ടിട്ടുണ്ട്, സർക്ലിപ്പ് ഇടാൻ മറന്നു പോകും, അവസാനം സ്പ്രിങ് ചാടിപ്പോവും. അപ്പോൾ എന്തുകൊണ്ട് സർക്ലിപ്പ് ഇടണം, അത് മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കിക്കർ ഇട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്താ ജസ്റ്റ് റിട്ടേണൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയിട്ട് തന്നെ തിരിച്ച് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ പേപ്പർ പാക്കിങ് വരുന്ന സർഫസുകളെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ ചെയ്യുന്ന ഇതുപോലെ പുട്ടി ബ്ലേഡ് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ 120 പേപ്പർ എടുക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന്, വലിയ രീതിയിൽ സ്ക്രാച്ചൊന്നും വരാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ആ പുറത്ത് പ്രൊജക്ഷൻസ് ഉള്ളത് മാത്രം ഒന്ന് സാൻഡ് ചെയ്ത് കളയുക. ഞാൻ ക്ലച്ച് ബെല്ല് വെറുതെ അങ്ങ് തിരിച്ചു വെച്ചു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഹാഫ് വാഷർ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക.
എന്നിട്ട് ഈ കപ്പുള്ള വാഷർ, ഹാഫ് വാഷർ പിടിച്ച് നിർത്താനുള്ള വാഷർ കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്ലച്ചാണ് ഇടാൻ പോകുന്നത്. ക്ലച്ച് ഇടുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാൻ പഴയത് തന്നെ ഇടുന്നതാണ്. പുതിയത് ഇടുന്നവർ ആ ക്ലച്ച് പ്ലേറ്റുകൾ മാത്രം പുതിയത് ഇട്ടിട്ട് തിരിച്ചങ്ങ് സെറ്റ് ചെയ്താൽ മതിയാവും. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇടുന്ന ഇത് പഴയ പ്ലേറ്റുകളാണ്. പുതിയ പ്ലേറ്റുകൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇടുക, എന്നിട്ട് തിരിച്ചങ്ങ് സെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 4 എണ്ണമാണ് വരുന്നത്. മെറ്റൽ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനിടയ്ക്ക് വരുന്നത് ആ 2 മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ക്ലച്ച് പ്ലേറ്റ് എന്നുള്ള നിരത്തിലാണ് ഇത് വരുന്നത്. അത് അതേപോലെ അങ്ങ് തിരിച്ചിട്ടാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ സെൻറ്ററിൽ ഷാഫ്റ്റിൽ കറക്റ്റായിട്ട് മില്ലിങ് വരാൻ നോക്കുക. അത് പിടിച്ച ശേഷം നമ്മൾ ഓരോ ക്ലച്ച് പ്ലേറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. മുഴുവൻ കയറിയ ശേഷം നമ്മൾ വാഷർ ഇടണം. വാഷർ ഇടുമ്പോൾ ആ കുഴിവ് നമുക്ക് പുറത്ത് നിന്ന് സെൻറ്ററിൽ കുഴിവ് കാണുന്ന രീതിയിൽ വേണം വാഷർ ഇടാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ. അതേപോലെ നമ്മൾ ക്ലച്ച് ലോക്ക് ചെയ്യാനുള്ള ടൂൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പാനറിന് ടൈറ്റ് ചെയ്യുക. ഈ സ്പെഷ്യൽ സ്പാനർ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഒരു ഹീറോ ഹോണ്ട ഉള്ള ഒരാൾ ഇത് മേടിച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അത് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് സ്പ്രിങ് ഇടാം. ബാക്കി പ്രോസസ് എല്ലാം നമ്മൾ ഊരിയതിൻ്റെ നേരെ റിവേഴ്സ് തന്നെയാണ്. ഇത് ഇടുമ്പോഴത്തേക്ക് ഇതാ ഈ ഗാഡി ഫുൾ സൈഡിൽ പോകണം. അതായത് ഫുൾ ബെയറിംഗ് ആയിട്ട് നമുക്ക് പുറത്തെ സൈഡിൽ കാണാൻ പറ്റണം. ആ രീതിയിൽ വേണം ഈ ബെയറിങ്ങിൻ്റെ പ്ലേറ്റ് ഇടാനായിട്ട്. അത് 2 സ്ക്രൂ ഇട്ട് പ്ലേറ്റിനെ ജസ്റ്റ് നിർത്തിയ ശേഷം നമുക്ക് ബാക്കി സ്ക്രൂകൾ കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പോലെ തുണി വെച്ച് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ആ മില്ലിങ്ങിനിടയിൽ തുണി വെച്ച് കൊടുത്തു. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കണം, ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. കാരണം ഇത് ടൈറ്റ് ആവുന്ന ഭാഗം അലുമിനിയം ആണ്, അപ്പം ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് കൈക്ക് ടൈറ്റ് ചെയ്താൽ മതിയോ, ലിവറേജ് ഒന്നും കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ ഫ്ലൈ വീലിലുള്ള പേപ്പർ പാക്കിങ് ഇളക്കി കളയാം. ഇളക്കി മൊത്തം ഒന്ന് ഫ്ലൈ വീല് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ഈ ഫ്ലൈ വീലിന് അങ്ങനെ പൊസിഷനൊന്നുമില്ല, എങ്ങനെയായാലും തിരിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ വാഷർ അങ്ങനെ ഇടുക, നട്ടിടുക. ഇതുപോലെ തുണി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്യുക. തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും തട്ടി ടൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല രീതിയിൽ ഒന്ന് ലിവറേജ് എടുത്ത് ടൈറ്റ് ചെയ്താൽ മതി. ഇതാണ് നമുക്കിവിടെ വരുന്ന പാക്കിങ്. ഇത് നമുക്ക് ഇടണം. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലേറ്റിൽ വരുന്ന ഈ ഓയിൽ സീലാണ്. ഇത് ഡാമേജ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് ഡാമേജ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഗ്രീസ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തട്ടുന്ന സർഫസുകളിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ക്വാണ്ടിറ്റി വയ്ക്കേണ്ട, ചെറുതായിട്ട് മതി. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന പാക്കിങ്ങിലും ഗ്രീസോ ഓയിലോ തന്നെ വെച്ചാൽ മതി. ഇതിൽ പശ വയ്ക്കേണ്ട കാര്യമില്ല. അത് ഫ്യൂച്ചറിൽ ഇളക്കുകയാണെങ്കിലും പശ വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഗ്രീസോ ഓയിലോ വെച്ച് സെറ്റ് ചെയ്യുക. പിന്നെ ഈ പാക്കിങ് ഇപ്പോൾ ഞാൻ ഈ പച്ച സൈഡ് വെളിയിൽ വരുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. തിരിച്ച് വേണമെങ്കിലും വയ്ക്കാം. ഇതിനങ്ങനെ ഡയറക്ഷൻ ഇല്ല, എങ്ങനെ വേണോ വയ്ക്കാം. ഇനി നമ്മൾ 4 സ്ക്രൂവും കിട്ടുന്ന രീതിയിൽ കറക്റ്റ് പൊസിഷനിൽ ഇത് മെല്ലെ വച്ച ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ പിടിയോ അല്ലെങ്കിൽ ചുറ്റുകളുടെ പിടിയോ കൊണ്ട് ചെറുതായിട്ട് തട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി എല്ലാ സൈഡിലും തട്ടി ഇതിനെ ടൈറ്റ് ചെയ്ത് സെൻറ്റർ ചെയ്ത് നിർത്തി. ഇനി നമുക്ക് 4 സ്ക്രൂവും ഇടാം. വീണ്ടും ഞാൻ തുണിയാണ് ഇതിനിടയ്ക്ക് വയ്ക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലൈ വീൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ടൂള് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ സാധാരണ തുണി വെച്ചാണ് ചെയ്യാറ്. അത് പെട്ടെന്ന് കാര്യം കഴിയും. ഇനി നമുക്ക് ഈ പാൻ വയ്ക്കാം. ഈ പാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. വാഷറുള്ള ടൈപ്പ് ബോൾട്ട്. അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് 2 ബോൾട്ടും ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് പാക്കിങ് ഇടാം. അതായത് ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന പേപ്പർ പാക്കിങ്. ഇതിൽ ഞാൻ ചെറിയ രീതിയിൽ അനാബോണ്ട് തേച്ചിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചുകളിൽ അനാബോണ്ട് ചെറിയ നേരത്തെ ഒരു ഫിലിമായിട്ട് മാത്രമേ തേച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ അനാബോണ്ട് തേച്ചിട്ട് ഇത് കഴിയുന്നതും വയ്ക്കാൻ നോക്കുക. തിരിച്ച് കറക്റ്റ് ആ പൊസിഷനിൽ വെച്ച് കൊടുക്കുക. അത് 2 ബുഷുണ്ട്. അതായത് മുകളിലും അതേപോലെ തന്നെ ഫ്ലൈ വീലിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ 2 ബുഷുണ്ട്. ആ ബുഷിൽ കറക്റ്റായിട്ട് ഇതിനെ കയറ്റി അങ്ങ് വെച്ച് കൊടുത്ത് അത് അവിടെ നിന്നോളും. എന്നിട്ട് നമുക്ക് കവർ ഇടാം. കവർ ഇടുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കിക്കറിൻ്റെ ഷാഫ്റ്റിൽ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക.
ഞാനത് ചെയ്തു, പക്ഷേ ഞാൻ വീഡിയോയിൽ അത് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് അത് നോക്കിയിട്ട് മാത്രം കറക്റ്റ് ഇടുക. അപ്പോൾ ഓയിൽ സീൽ വഴി ഓയിലൊന്നും അങ്ങനെ പെട്ടെന്ന് ലീക്ക് ആവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ബോൾട്ടുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ബോൾട്ടും നമ്മൾ ആദ്യമേ ഇടണം. 8 ബോൾട്ടും ഇട്ട് അത് നമ്മൾ പേപ്പർ പാക്കിങ്ങിൽ കൂടെ കടന്ന് ബാക്ക് സൈഡിലെ ത്രെഡിലോട്ട് കയറി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ മൊത്തം നമ്മൾ ടൈറ്റ് ചെയ്ത് തുടങ്ങാവൂ. 8 ബോൾട്ടും ഇങ്ങനെ തന്നെ ഇട്ട് പാക്കിങ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ കയറ്റിയിട്ട് മാത്രം ടൈറ്റ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഈ പാക്കിങ് തൂങ്ങി എങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രൂ ഇടുമ്പം അത് കറക്റ്റായിട്ട് ആ പാക്കിങ്ങിനെ കട്ട് ചെയ്ത് കയറി പോകും. അത് ഫ്യൂച്ചറിൽ അതുവഴി ഓയിൽ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓയിൽ ഡ്രെയിൻ നട്ട് ഇടാം. ഡ്രെയിൻ നട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, പൊട്ടും. കിക്കർ ഇടാം. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പം ഞാൻ പഴയ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്, കാരണം ഇതിന് എഞ്ചിൻ എന്തായാലും ഫ്യൂച്ചറിൽ ഹെഡൊക്കെ പൊളിക്കാനുള്ളതാണ്. അപ്പോഴേ ഞാൻ ഇനി ഓയിൽ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പഴയ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.